ഹാത്രസ് ദുരന്തത്തിൽ വിവാദ ആൾദൈവം ഭോലെ ബാബയുടെ 4 അനുയായികൾ കസ്റ്റഡിയിൽ. ആശ്രമത്തിൽ ഇന്നും പോലീസ് പരിശോധന നടത്തി. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഭോലെ ബാബയുടെ അഭിഭാഷകർ അറിയിച്ചു. ദുരന്തത്തിൽ മരിച്ചവരിൽ ഉത്തർപ്രദേശിന് പുറത്തു നിന്നുള്ളവരും ഉണ്ട്. ഹാത്രസിൽ സത്സംഗത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 121 പേർ മരിച്ച കേസിൽ 3 ദിവസം പിന്നിട്ടിട്ടും പോലീസ് ഒരു പ്രതിയെപ്പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്നും ഭോലെ ബാബയുടെ ആശ്രമത്തിൽ പോലീസ് പരിശോധന നടത്തി. ആൾദൈവത്തിന്റെ 4 അനുയായികളെ കസ്റ്റഡിയിലെടുത്തു. ഇവരെ ചോദ്യം ചെയ്യുകയാണ്. അന്വേഷണത്തോട് സഹകരിക്കുമെന്നാണ് ഭോലെ ബാബയുടെ അഭിഭാഷകൻ പ്രതികരിച്ചത്. പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ഭോലെ ബാബയുടെ പേര് പരാമർശിക്കാത്തതിനോട് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രതികരണം. സർക്കാർ ജുഡീഷ്യൽ അന്വേഷണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 3 അംഗ ജുഡീഷ്യൽ അന്വേഷണ സംഘത്തെ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ബ്രിജേഷ് കുമാർ ശ്രീവാസ്തവ നയിക്കും. വിരമിച്ച IAS ഉദ്യോഗസ്ഥൻ ഹേമന്ത് റാവു, വിരമിച്ച IPS ഉദ്യോഗസ്ഥൻ ഭവേഷ് കുമാർ സിംഗ് എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. ദുരന്തത്തിൽ മരിച്ചവരിൽ ഇനി 5 പേരുടെ മൃതദേഹം തിരിച്ചറിയാനുണ്ട്. ഹരിയാനയിൽ നിന്നുമുള്ള 4 പേരും മധ്യപ്രദേശിലും രാജസ്ഥാനിൽ നിന്നുമുള്ള ഓരോരുത്തരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ഭൂരിഭാഗം ആളുകളിലും നെഞ്ചിലേറ്റ ക്ഷതമാണ് മരണകാരണം. ഹത്രസ് അപകടത്തിലെ അന്വേഷണത്തിൽ നേരിയ പുരോഗതി പോലും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അപകടത്തിൽ തനിക്ക് ഉത്തരവാദിത്വമില്ലെന്നാണ് ഭോലെ ബാബയുടെ വിശദീകരണം. ഹത്രസിൽ നിന്നും ക്യാമറമാൻ ജോഗേഷ് സിംഗിനോടൊപ്പം R. അച്യുതൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.